കഴിഞ്ഞ 2 ചാപ്റ്ററുകളിലായിട്ട് നമുക്ക് മൈക്രോ ഓർഗാനിസത്തിൻ്റെ റോള് നമ്മൾ പഠിച്ചു. അതുപോലെ പ്ലാന്റ്സും അനിമൽസിലും എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിക്കൊണ്ട് നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാമെന്ന് പഠിച്ചു. സോ ഇതൊരു പുതിയ ചാപ്റ്ററാണ് ബയോടെക്നോളജി. സോ ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസും പ്രോസസ്സുകളുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ എന്താണ് ബയോടെക്നോളജി? ബയോടെക്നോളജിയുടെ മലയാളം എന്ന് പറഞ്ഞാൽ ജൈവ സാങ്കേതിക വിദ്യ. സോ ബയോളജിയുടെ തന്നെ ഒരു പുതിയ ബ്രാഞ്ച് അല്ലെങ്കിൽ കുറച്ചുകൂടി ന്യൂ ടെക്നിക്സുകളുള്ള ഒരു ശാഖയാണ് നമ്മൾ പറയുകയാണെങ്കിൽ ബയോടെക്നോളജി. അതിനെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ജൈവ സാങ്കേതിക വിദ്യ. സോ ഈ ജൈവ സാങ്കേതിക വിദ്യയുടെ അല്ലെങ്കിൽ ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസും പ്രോസസ്സും തത്വങ്ങളും പ്രക്രിയകളും എന്തൊക്കെയാണെന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ അതിനു മുമ്പായിട്ട് നമുക്കറിയണം എന്താണ് ബയോടെക്നോളജി. നമ്മൾ പറഞ്ഞു ബയോളജിയുടെ തന്നെ അല്ലെങ്കിൽ ലൈഫ് സയൻസ് അല്ലെങ്കിൽ ബയോളജിയുടെയൊക്കെ തന്നെ ഒരു ബ്രാഞ്ച് തന്നെയാണെന്ന് നമുക്ക് പറയാം ബയോടെക്നോളജി. സോ ഈ ബോട്ടണി, സുവോളജി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ വേറൊരു ബ്രാഞ്ച്, ഒരു ശാഖ എന്ന് പറയാം ബയോടെക്നോളജി. അവിടെ ഈ ലിവിങ് ഓർഗാനിസത്തിനെ നമ്മൾ ഒരു ടെക്നിക്കലായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഒരു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് നമുക്ക് ആവശ്യമുള്ള മനുഷ്യന് ആവശ്യമുള്ള ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടിയുള്ള ആ പ്രോഡക്റ്റുകൾ വൻതോതിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ബയോടെക്നോളജി എന്ന് പറയാം. സോ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ പറഞ്ഞു. സോ മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് എന്താണെന്ന് നമുക്കറിയാം. ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് മൈക്രോ ഓർഗാനിസം നമുക്ക് ഏതൊക്കെ ടൈപ്പ് പ്രോഡക്റ്റുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇതിനെ ഒരു വലിയ വൻതോതിലായിട്ട് നമ്മൾ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ബയോടെക്നോളജി ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ബയോടെക്നോളജിയുടെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. സോ ബയോടെക്നോളജിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതാണ്: ടെക്നിക്സ് ഓഫ് യൂസിങ് ലൈവ് ഓർഗാനിസം ഓർ എൻസൈംസ്, ജീവനുള്ള ഓർഗാനിസത്തിനെയോ അല്ലെങ്കിൽ എൻസൈംസ് ഫ്രം ഓർഗാനിസം, ഒന്നുകിൽ ലൈവ് ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ ഈ ഓർഗാനിസത്തിൽ നിന്ന് എൻസൈംസിനെ നമ്മൾ എടുത്തുകൊണ്ട് ടെക്നിക്കുകൾ ഉപയോഗിച്ച് ടു പ്രൊഡ്യൂസ് പ്രോഡക്ട്സ് ആൻഡ് പ്രോസസ്സസ് യൂസ്ഫുൾ ടു ഹ്യൂമൻസ്. സോ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള പ്രോഡക്റ്റുകളും പ്രോസസ്സുകളും നമ്മൾ ലിവിങ് ഓർഗാനിസത്തിൽ നിന്നോ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിൻ്റെ എൻസൈമിൽ നിന്നോ ടെക്നിക്കുകൾ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബയോടെക്നോളജി എന്നത്. സോ ജനറലായിട്ട് പറയുന്ന ഒരു ഡെഫിനിഷൻ. സോ ലിവിങ് ഓർഗാനിസത്തിനെ കൊണ്ടോ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് കിട്ടുന്ന എൻസൈമിനെ കൊണ്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഡക്റ്റുകളും പ്രോസസ്സുകളും ഹ്യൂമൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളും പ്രോസസ്സുകളും നമ്മൾ പല ടെക്നിക്കുകൾ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ബയോടെക്നോളജി. സോ ഈ ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയൊരു ടേം പോലെ പറയണു എന്നുള്ളൂ. പക്ഷേ ഈ ബയോടെക്നോളജിയുടെ ഒരു വേർഷൻ പണ്ട് തന്നെയുണ്ട്. അതായത് ബയോടെക്നോളജി എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ 2 കാലഘട്ടത്തിലുള്ളത്. ഒന്ന് ഓൾഡ് ബയോടെക്നോളജി, 2 മോഡേൺ ബയോടെക്നോളജി. സോ ഓൾഡ് ബയോടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: മൈക്രോ ഓർഗാനിസത്തിനൊക്കെ നാച്ചുറലായിട്ടുള്ള ഒരു ക്യാപ്പബിലിറ്റീസ് ഉണ്ട്. നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ മൈക്രോ ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഈ നാച്ചുറലായിട്ടുള്ള ക്യാപ്പബിലിറ്റീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്ററിൽ എന്തൊക്കെ നാച്ചുറൽ ക്യാപ്പബിലിറ്റീസാണ് മൈക്രോ ഓർഗാനിസത്തിനുള്ളത്. അതുവഴി നമുക്ക് കുറേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഇഡ്ഡലി, ദോശ, ബ്രെഡ്, കേർഡ്, അതുപോലെ തന്നെ വൈൻ, ബിയർ പോലെ മറ്റ് ആൽക്കഹോളിക് ബീവറേജസ്, അല്ലെങ്കിൽ വിനേഗർ, അല്ലെങ്കിൽ സിട്രിക് ആസിഡ്, ആൻറ്റിബയോട്ടിക്സ്, ഇൻവിട്രോ കൾച്ചർ വഴി നമുക്ക് ആൻറ്റിബയോട്ടിക്സ്, അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വാല്യുബിൾ പ്രോഡക്റ്റുകൾ എല്ലാം നമുക്ക് മൈക്രോബ് മീഡിയേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ കിട്ടുന്ന പ്രോഡക്റ്റുകളാണ്. ഈ പ്രോഡക്റ്റുകളൊക്കെ ഹ്യൂമൻ വെൽഫെയറിന് വളരെ നല്ലതാണ്, ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. സോ മൈക്രോ ഓർഗാനിസത്തിനെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മൈക്രോബ് മീഡിയേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോസസ്സുകളെയും നമുക്ക് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അതെന്താണ്? ഓൾഡ് ഫോം ഓഫ് ബയോടെക്നോളജിയാണ്. സോ നമ്മൾ പണ്ട് മുതലേ ഉപയോഗിച്ചിരുന്ന ഈ പ്രോഡക്റ്റുകൾ, നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രോഡക്റ്റുകളൊക്കെ എന്ത് തന്നെയാണ്? ബയോടെക്നോളജിയുടെ ഒരു പഴയ വേർഷനാണ്, ഓൾഡ് വേർഷൻ ഓഫ് ബയോടെക്നോളജി. ബിക്കോസ് ആ പ്രോഡക്റ്റുകളൊക്കെ തന്നെ ഇഡ്ഡലി, ദോശ, ബ്രെഡ്, ഇതൊക്കെ നമ്മുടെ ഒരു സ്മോൾ സ്കെയിലായിട്ടാണ് നമ്മളിവിടെ അല്ലെങ്കിൽ ഓൺ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിരുന്നത്.
ഇതേ മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ ലാർജ് സ്കെയിലിൽ ഉപയോഗിക്കുമ്പോഴാണ് അത് മോഡേൺ ഫോം ഓഫ് ബയോടെക്നോളജി ആയിട്ട് മാറുന്നത്. സോ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ഫുഡ് പ്രോഡക്റ്റുകൾ, ഇഡ്ഡലി, ദോശ, കേർഡ് അല്ലെങ്കിൽ ബ്രെഡ്, അതുപോലെ ആൽക്കഹോളിക് ബീവറേജസ്, വൈൻ, ബിയർ എല്ലാം, അതുപോലെ വിനേഗർ, ആൻറ്റിബയോട്ടിക്സ് എല്ലാം എന്താണ്, എല്ലാ മൈക്രോബ് മീഡിയേറ്റഡ് പ്രോസസ്സുകളും എന്താണ്, ഒരു ഓൾഡ് ഫോം, ഒരു പഴയ ബയോടെക്നോളജിയുടെ ഫോമുകളാണ്. സോ നമുക്ക് ഈ ബയോടെക്നോളജിയുടെ പ്രോഡക്റ്റുകൾ നമ്മൾ പണ്ട് തന്നെ ഉപയോഗിച്ചിരുന്നു, ബട്ട് റെസ്ട്രിക്റ്റഡ് സെൻസ് അല്ലെങ്കിൽ നമ്മളൊരു സ്മോൾ സ്കെയിലിൽ മാത്രമേ ഇതിനെ ഉപയോഗിച്ചിരുന്നുള്ളൂ. സോ നമ്മൾ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു അഗ്രികൾച്ചർ. സോ നമ്മൾ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞതിൽ നമ്മളെന്താ ഒരു കംപ്ലീറ്റ് എക്സ്പ്ലോയിറ്റേഷനാണ് അഗ്രികൾച്ചറിൽ വന്നത്. ഇത് അഗ്രികൾച്ചറും അതുപോലെ ഹോർട്ടിക്കൾച്ചറും ആണെങ്കിൽ കംപ്ലീറ്റ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് യൂസേജ് ഓഫ് പ്ലാന്റിനെ തന്നെ കംപ്ലീറ്റ് നമ്മൾ എക്സ്പ്ലോയിറ്റ് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ അഗ്രികൾച്ചറായിട്ടും ഹോർട്ടിക്കൾച്ചർ ഉദ്യാന കൃഷിയുമായിട്ട് നമ്മൾ പറയുന്നത്. അതേപോലെ എൻറ്റയർ അനിമലിനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ അഥവാ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയാം. അതേസമയം ബയോടെക്നോളജിയിൽ അങ്ങനെയല്ല, എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലാന്റിനെയോ കംപ്ലീറ്റ് ആയിട്ടുള്ള അനിമലിനെയോ നമ്മൾ ഉപയോഗിക്കില്ല. ജനറലി കംപ്ലീറ്റ് പാർട്സ് ഓഫ് പ്ലാന്റ് ആൻഡ് കംപ്ലീറ്റ് പാർട്സ് ഓഫ് അനിമൽ ഉപയോഗിക്കാണ്ട് റെസ്ട്രിക്റ്റഡ് പാർട്സ് ഓഫ് പ്ലാന്റ് ആൻഡ് അനിമൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അത് ബയോടെക്നോളജിയാണെന്ന് പറയാം. സോ ഈ ബയോടെക്നോളജി എന്ന് പറഞ്ഞ ടേം ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്ത ആളാണ് കാൾ എർക്കി. സോ കാൾ എർക്കി എന്ന് പറഞ്ഞ ആളാണ് ബയോടെക്നോളജി എന്ന വേർഡ് ആദ്യമായിട്ട് ആ ടേം 1917 പ്രപ്പോസ് ചെയ്ത്. അദ്ദേഹം യൂസ് ചെയ്തത് ചില പ്രോസസ്സുകൾ, അതായത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് പിഗിന് വേണ്ടിയുള്ള പ്രോസസ്സുകൾക്ക് വേണ്ടിയിട്ടാണ്. സോ ദ പ്രോസസ് ഫോർ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് പിഗുകളെ വളരെ ലാർജ് സ്കെയിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ പ്രോസസ്സുകൾക്കാണ് ബയോടെക്നോളജി എന്ന ഒരു ടേം അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്, കാൾ എർക്കി 1917. സോ ബയോടെക്നോളജിയുടെ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു. അതിൽ ഓൾഡ് ബയോടെക്നോളജി എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഓൾഡ് ബയോടെക്നോളജി എന്നാൽ മൈക്രോബ് മീഡിയേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോസസ്സുകളും, നമ്മൾ ട്രഡീഷണലായിട്ട് ഉപയോഗിച്ചിരുന്ന എല്ലാ പ്രോസസ്സുകളും എല്ലാ പ്രോഡക്റ്റുകളും ആക്ച്വലി ഓൾഡ് ഫോം ഓഫ് ബയോടെക്നോളജിയാണ്. എന്നാൽ മോഡേൺ ബയോടെക്നോളജിയിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നത് യൂസ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം, ജനിതക മാറ്റം വരുത്തിയ ജീവികൾ, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം, GMO, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. സോ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ട്രഡീഷണലായിട്ട് ഓൾഡ് ഫോം ഓഫ് ബയോടെക്നോളജിയിൽ നമുക്ക് എന്തൊക്കെ പ്രോഡക്റ്റുകൾ കിട്ടിയിരുന്നു അതിനെ ലാർജ് സ്കെയിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അത് മോഡേൺ ബയോടെക്നോളജി ആയിട്ട് വരുന്നത്. സോ മോഡേൺ ബയോടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ ട്രഡീഷണലായിട്ട് നമുക്ക് കിട്ടിയിരുന്ന അല്ലെങ്കിൽ ഓൾഡ് ബയോടെക്നോളജിയിൽ കിട്ടിയിരുന്ന പ്രോഡക്റ്റുകളെയൊക്കെ ലാർജ് സ്കെയിലായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ എങ്ങനെ? യൂസിങ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം, ജനിതക മാറ്റം വരുത്തിയ ജീവികളെ കൊണ്ട് നമ്മൾ ഇതേ പ്രോഡക്റ്റുകൾ, ഓൾഡ് ബയോടെക്നോളജിയിൽ കിട്ടിയ പ്രോഡക്റ്റുകൾ ജനിതക മാറ്റം വരുത്തിയ ജീവികളെ കൊണ്ട് നമ്മൾ ലാർജ് സ്കെയിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അത് മോഡേൺ ബയോടെക്നോളജി എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഈ മോഡേൺ ബയോടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ റെസ്ട്രിക്റ്റഡ് സെൻസിലാണ്. അതായത് ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് നമ്മൾ ഈ മോഡേൺ ബയോടെക്നോളജിയിൽ ഉപയോഗിക്കുന്നത്. അതായത് ജനറ്റിക്കലി മോഡിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെ കൊണ്ട് ഏത് പ്രോഡക്റ്റാണോ നമ്മൾക്ക് ട്രഡീഷണലി അല്ലെങ്കിൽ ഓൾഡ് ബയോടെക്നോളജിയിൽ കിട്ടിയിരുന്നത്, എല്ലാ മൈക്രോ മീഡിയേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സുകളിലൂടെ കിട്ടിയിരുന്ന പ്രോഡക്റ്റുകളൊക്കെ നമ്മളിപ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഓൺ ലാർജർ സ്കെയിൽ, വിപുലമായ തോതിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതെന്താണ്? മോഡേൺ ഫോം ഓഫ് ബയോടെക്നോളജി. സോ ബയോടെക്നോളജിയുടെ ജനറൽ ഡെഫിനേഷൻസ് ഒരിക്കൽ കൂടി പറയാം. ലിവിങ് ഓർഗാനിസത്തിനെ കൊണ്ടോ അല്ലെങ്കിൽ ഓർഗാനിസത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമിനെ കൊണ്ടോ നമ്മൾ ടെക്നിക്കുകൾ വഴി പ്രോഡക്റ്റുകളും പ്രോസസ്സുകളും ഉണ്ടാക്കുക. ആ പ്രോഡക്റ്റുകളും പ്രോസസ്സുകളും ഹൈലി യൂസ്ഫുൾ ടു ഹ്യൂമൻസ്. അതാണ് ബയോടെക്നോളജി. സോ എന്തൊക്കെയാണ് ഈ മോഡേൺ ബയോടെക്നോളജിയിൽ വരുന്ന ടെക്നിക്കുകൾ, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോസസ്സുകളാണ് മോഡേൺ ബയോടെക്നോളജിയിൽ വരുന്നത്? നമുക്ക് കുറേയൊക്കെ അറിയുന്നതാണ്, ബട്ട് അത് മോഡേൺ ബയോടെക്നോളജിയിലാണ് വരുന്നതെന്ന് ഒരുപക്ഷെ ഇപ്പോഴാവും അറിയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിച്ചതാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. നമ്മൾ ഇൻവൈവോ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ, ഇൻവിട്രോ എന്ന് ആർട്ടിഫിഷ്യലായിട്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ പുറത്ത് വെച്ച് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസേഷൻ. സോ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ നടത്തുന്നതും ദാറ്റ് ലീഡ് ടു ടെസ്റ്റ് ട്യൂബ് ബേബി,
സോ ടെസ്റ്റ് ട്യൂബ് ബേബീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ടെസ്റ്റ് ട്യൂബ് ബേബീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ശരിക്കും എന്തിൻ്റെ ഇതിൽ വരുന്നതാണ്, അണ്ടറിൽ വരുന്നതാണ്? മോഡേൺ ഫോം ഓഫ് ബയോടെക്നോളജിയുടെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ സിന്തസൈസിങ് എ ജീൻ ആൻഡ് യൂസിങ് ഇറ്റ്. നമുക്ക് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ജീനിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ആ ടൈപ്പ് ജീനെ നമ്മൾ സിന്തസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ നിന്ന് ജീനെ സിന്തസൈസ് ചെയ്യുകയും അതിൽ നിന്ന് അതിനെ ഉപയോഗിക്കുകയും ചെയ്യുക. സോ സിന്തസൈസിങ് എ ജീൻ ആൻഡ് യൂസിങ് ഇറ്റ്, അതും എന്താണ്? മോഡേൺ ബയോടെക്നോളജിയുടെ അണ്ടറിൽ വരുന്ന ഒരു ടെക്നിക്കാണ്. അടുത്തത് ഡെവലപ്പിംഗ് എ DNA വാക്സിൻ. ഒരു DNA വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വാക്സിൻ പ്രൊഡക്ഷനൊക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൻറ്റിബയോട്ടിക്സ് വാക്സിൻ അതൊക്കെ ലാർജ് സ്കെയിൽ വരുമ്പോൾ എന്താണ്? അത് മോഡേൺ ബയോടെക്നോളജിയുടെ അണ്ടറിൽ വരുന്നതാണ്. സോ ഡെവലപ്പിംഗ് എ DNA വാക്സിൻ. അതുപോലെ തന്നെ കറക്റ്റിംഗ് എ ഡിഫക്റ്റീവ് ജീൻ. ഏതെങ്കിലും ഒരു ജീനിന് നമ്മുടെ ബോഡിയിലോ അല്ലെങ്കിൽ ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ജീന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, ഡിഫക്റ്റീവ് ആണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുന്നതും മോഡേൺ ബയോടെക്നോളജിയുടെ താഴെ വരുന്ന ഒരു ഇതാണ്, ടെക്നിക്കാണ്. സോ കറക്റ്റിംഗ് എ ഡിഫക്റ്റീവ് ജീൻ, ഡെവലപ്പിംഗ് എ DNA വാക്സിൻ, സിന്തസൈസിങ് എ ജീൻ ആൻഡ് അതിനെ ഉപയോഗിക്കുക, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ലീഡിങ് ടു ടെസ്റ്റ് ട്യൂബ് ബേബി. ഇതൊക്കെ ഈ ബയോടെക്നോളജി, അത് എസ്പെഷ്യലി മോഡേൺ ബയോടെക്നോളജിയുടെ അണ്ടറിൽ വരുന്ന ചില ടെക്നിക്കുകളാണ്. സോ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്? ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസ് ആണ്. മോഡേൺ ബയോടെക്നോളജിയാണ്, എല്ലാ ടെക്നിക്കുകളാണ് ഈ പറഞ്ഞ പ്രോസസ്സുകൾ ഈ എക്സാമ്പിളുകളിലൊക്കെ യൂസ് ചെയ്യുന്നത്. സോ യൂറോപ്യൻ ഫെഡറേഷൻ EFB, യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി അഥവാ EFB, യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി. യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി ഈ പറഞ്ഞ ട്രഡീഷണൽ വ്യൂ, ബയോടെക്നോളജിയുടെ നമ്മൾ പറഞ്ഞ ഓൾഡ് ഫോം എന്ന് പറഞ്ഞില്ലേ, ആ ട്രഡീഷണൽ വ്യൂവും മോഡേൺ മോളിക്കുലർ ബയോടെക്നോളജിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ബയോടെക്നോളജിക്ക് ഒരു ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്. സോ EFBയുടെ ഫുൾ ഫോമാണ് യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി. EFB എന്ന് പറഞ്ഞത് ഈ യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി. ആ EFB ട്രഡീഷണൽ വ്യൂവും നമ്മളിപ്പോൾ പറയുന്ന മോഡേൺ ആയിട്ടുള്ള മോളിക്കുലാർ ബയോടെക്നോളജിയുടെയും രണ്ട് വ്യൂവും കൂടി എൻകംപാസ് എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജനറലായിട്ട് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. സോ EFBയുടെ ബയോടെക്നോളജിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതാണ്: ദ ഇൻ്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ്, നാച്ചുറൽ സയൻസിൻ്റെ ഇൻ്റഗ്രേഷൻ ആൻഡ് ഓർഗാനിസംസ്, സെൽസ്, പാർട്സ്. ഈ നാച്ചുറൽ സയൻസിൻ്റെയോ ഓർഗാനിസത്തിൻ്റെയോ അല്ലെങ്കിൽ ഓർഗാനിസത്തിലുള്ള സെല്ലുകളുടെയോ അല്ലെങ്കിൽ അതിലെ പാർട്ടുകളുടെയോ അതിൻ്റെ ഭാഗങ്ങളുടെയോ ഇൻ്റഗ്രേഷൻ. സോ ഇൻ്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ്, ഓർഗാനിസം, സെൽസ് ആൻഡ് പാർട്സ്. സോ ഇൻ്റഗ്രേഷൻ ഓഫ് എന്തൊക്കെയാണ്? നാച്ചുറൽ സയൻസിൻ്റെ, ഓർഗാനിസംസിൻ്റെ, അതുപോലെ സെൽസുകളുടെ, അതുപോലെ പാർട്സ്. ഇതിൻ്റെയൊക്കെ ഇൻ്റഗ്രേഷൻ വഴിയായി ദർ ഓഫ് മോളിക്കുലാർ അനലോഗ്, ഇതിനെയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മോളിക്കുലാർ അനലോഗുകൾ ക്രിയേറ്റ് ചെയ്യുക. ഫോർ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനും നമുക്ക് ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടിയുള്ള സർവീസുകൾക്ക് വേണ്ടിയിട്ടും നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? മോളിക്കുലാർ അനലോഗ്. മോളിക്കുലാർ അനലോഗ് എന്ന് പറഞ്ഞാൽ സം മോളിക്യൂൾ ദാറ്റ് സിമിലർ സ്ട്രക്ചറുള്ള മോളിക്യൂൾ, അതാണ് മോളിക്കുലാർ അനലോഗ്. സിമിലാരിറ്റി ഉള്ള മോളിക്യൂളുകളാണ് നമ്മൾ മോളിക്കുലാർ അനലോഗ്സ്. ഏത് ടൈപ്പ് മോളിക്യൂളാണ് അതിനോട് സിമിലർ ആയിട്ടുള്ള പ്രോസസ്സുകളും പ്രോഡക്റ്റുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ അതാണ് നാച്ചുറൽ സയൻസിനെയും അതുപോലെ ഓർഗാനിസത്തിനെയും അവരുടെ സെല്ലുകളെയും അവരുടെ പാർട്ടുകളെയും അവരുടെ ബോഡി പാർട്ടുകളെയും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? മോളിക്കുലാർ അനലോഗുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. മോളിക്കുലാർ അനലോഗ്. ആൻഡ് എന്തിനു വേണ്ടിയിട്ട് ആ മോളിക്കുലാർ അനലോഗ് സ്ട്രക്ചർ സിമിലായിട്ടുള്ള മോളിക്യൂൾസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫോർ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, നമുക്ക് ഉപകാരപ്രദമായുള്ള പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനും നമുക്ക് ആവശ്യമുള്ള സർവീസുകൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ നാച്ചുറൽ സയൻസിനെയും ഓർഗാനിസത്തിനെയും സെൽസുകളെയും പാർട്ടുകളെയും ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതിനോട് സിമിലർ ആയിട്ടുള്ള മോളിക്യൂൾസ്, അത് മോളിക്കുലർ അനലോഗുകളെ പ്രൊഡ്യൂസ് ചെയ്ത് പ്രോഡക്റ്റുകളും സർവീസുകളും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് EFBയുടെ ഡെഫിനിഷൻ. സോ EFBയുടെ ഡെഫിനിഷനിൽ ട്രഡീഷണൽ വ്യൂവും വരുന്നുണ്ട്, അതുപോലെ മോഡേൺ മോളിക്കുലർ ബയോടെക്നോളജിയുടെ വ്യൂവും വരുന്നുണ്ട്.